പ്രധാനമായും ഇന്നലെ മേഖല തന്നെ പുറത്തുകൊണ്ടുവന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് അറിയേണ്ടത്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രി ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ പ്രതിഷേധം ഇന്ന് ശക്തമാകും എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഒപ്പം കിളിമാനൂരിലെ ദമ്പതികളുടെ അപകട മരണത്തിൽ വിഷ്ണുവിനെ ചോദ്യം ചെയ്ത ശേഷമുള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാകും? ഒപ്പം തന്നെ പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ പ്രതി ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിച്ചിരുന്നു, കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നു CPIM എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. എങ്ങനെയാണ് ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്നലെ 24 പുറത്തു കൊണ്ടുവന്ന ചികിത്സാ നിഷേധത്തിന്റെ വാർത്തയടക്കം അതിൽ അവർ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും, കുടുംബം നീതി തേടി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതടക്കം ഇന്നത്തെ ഞായറാഴ്ചയും സംഭവ ബഹുലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് പയ്യന്നൂരേക്ക് തന്നെയാണ്. അതിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള V കുഞ്ഞികൃഷ്ണനെതിരായി നടപടി ഉണ്ടാകുമോ, അച്ചടക്ക നടപടി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. അതിൽ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്നുണ്ട്. അതിലായിരിക്കും അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നടപടി എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ പാർട്ടി ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടില്ല, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പടക്കം നടന്നിട്ടില്ല എന്ന കാര്യം കൂടി ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച വിളപ്പിൻശാലയിലെ തിരുവനന്തപുരത്തെ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്. അതിൽ ബിസ്മിർ 37 വയസ്സുകാരനായിട്ടുള്ള ബിസ്മിറാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് മരിച്ചത്. അതിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഓക്സിജൻ നൽകാനോ നെബുലൈസേഷൻ നൽകാനോ അതുപോലെ തന്നെ മറ്റ് CPR നൽകാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. അതിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്ത് പ്രതിഷേധവും ശക്തമാണ്. ഈ ആശുപത്രിക്കെതിരെ നിരന്തരം പരാതികൾ വരുന്നു എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. അതുപോലെ തന്നെ കിളിമാനൂരിലെ ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് 21 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ വിഷ്ണുവാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ വിഷ്ണു റിമാൻഡിലാണ്. അതിനുശേഷം ഇനി നാട്ടുകാരുടെ ഒരു മൊഴി അനുസരിച്ച് കൂടുതൽ ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഒരു അന്വേഷണം കൂടി മുന്നോട്ട് പോവുകയാണ്. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നീക്കത്തിലേക്കും അവരെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കുമാണ് പോകുന്നത്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഇനി വിഷ്ണുവിൻ്റെതായി നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ. ഈ ആത്മഹത്യയുടെ ചുരുളഴിക്കാനും പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇന്നലെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ, മകളുടെ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇന്നോ നാളെയോ ആയി കോടതിയിൽ ഹാജരാക്കും. പിന്നീടായിരിക്കും ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ഇനി കസ്റ്റഡിയിലാവുമോ അല്ലെങ്കിൽ റിമാൻഡിലാവുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ ട്രാൻസിറ്റ് റിമാൻഡിലാണ് പ്രതി ഉള്ളത്. അതിൽ പ്രതി ഇന്നലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുറ്റം ചെയ്തോ എന്നുള്ള ചോദ്യത്തിനും മൗനമായിരുന്നു മറുപടി. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ആ കാര്യത്തിൽ കൂടി ഇന്ന് ചുരുളഴിയാനുണ്ട്. അത്തരം വിവരങ്ങൾ, അത്തരം വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഞായറാഴ്ചയാണെങ്കിലും വാർത്താ സമ്പന്നമാണ് തിരുവനന്തപുരം എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.